നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർണാടക എൻട്രൻസ് എക്സാം അഥവാ KCET എൻട്രൻസ് എക്സാമിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലാസ്റ്റ് പേജ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് OMR ഷീറ്റ്. അപ്പോൾ OMR ഷീറ്റ് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്താതെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ KCET എൻട്രൻസ് എക്സാംസിനകത്ത് ഓരോ എക്സാംസിനും 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ 60 മിനിറ്റാണ് സാധാരണ രീതിയിൽ എക്സാംസിന് വേണ്ടി നമുക്ക് കിട്ടുക. അപ്പോൾ ആ എക്സാംസിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ OMR ഷീറ്റുകൾ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ OMR ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷീറ്റാണ് ആൻസർ ഷീറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ടോപ്പിൽ ബ്ലോക്ക് ലെറ്റേഴ്സിൽ നമ്മൾ, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മൾ നമ്മുടെ പേരുകൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. വീണ്ടും അഡ്മിറ്റ് കാർഡിലുള്ള CET നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ വേർഷൻ കോഡുകൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ സാധാരണ രീതിയിൽ 4 വേർഷൻ കോഡുകളാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വേർഷൻ കോഡ് നിങ്ങൾ മുകളിലത്തെ ബോക്സിൽ എഴുതുകയും അതോടൊപ്പം തന്നെ താഴെ അത് ബബിൾ ചെയ്ത് കാണിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന് സീരിയൽ നമ്പറുകൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബോക്സിൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു സീരിയൽ നമ്പറുകൾ എടുത്തെഴുതുകയും അതിനോട് താഴെയുള്ള ബബിളുകൾ അല്ലെങ്കിൽ ആ ഒരു സർക്കിളുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. വീണ്ടും ബെല്ലുകൾ മുഴങ്ങുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് 60 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമ്പറും എഗനിസ്റ്റ് ആയിട്ട് 4 ബബിൾസ് അല്ലെങ്കിൽ 4 സർക്കിളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കി അതിനകത്ത് ഏതാണ് ഉചിതമായിട്ടുള്ള ആൻസർ നിങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കൺ ചെയ്ത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ OMR ഷീറ്റിൻ്റെ സാമ്പിൾ കോപ്പിയിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് സാധാരണഗതിയിൽ കുട്ടികൾ ചെയ്യുക എന്നുള്ളത്. ഒരു പക്ഷേങ്കിൽ ഈ ബബിള് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാതെ വരികയോ, അല്ലെങ്കിൽ ഒരു ബബിള് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം B ആയിരിക്കും സെലക്ട് ചെയ്തേക്കുന്നത്, കുറച്ച് കഴിഞ്ഞതിന് ശേഷം അയ്യോ C ആയിരുന്നു കറക്റ്റ് എന്നുള്ളത് C കറപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൺഫേം ആയിട്ടുള്ള ആൻസേഴ്സ് ആണെന്നാണ് അത് ഏറ്റവും ആദ്യമേ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് അസാധുവായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ ഹാഫ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പടർന്നതോ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും അവർ ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് എങ്ങനെയായിരിക്കണം കറക്റ്റായിട്ട് നമ്മൾ ബബിളുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സർക്കിള് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പരിഗണിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നമ്മളത് അസാധുവായി പോകും എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ പലപ്പോഴും കുട്ടികൾ വരുത്തുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പക്ഷേങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കന്നഡയിലോ ഒക്കെ ആയിരിക്കും എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇൻവിജിലേറ്റേഴ്സ് നടത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടെന്ന് വരാം. അത് മനസ്സിലാക്കി നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പെന്ന് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജെൽ പെന്നുകളും മഷിപ്പെന്നുകളൊക്കെ ഒന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ പറയുന്നത് പോലെ ആൻസർ ഷീറ്റിൽ മിസ്റ്റേക്കുകൾ വരികയും വിത്ത്ഹോൾഡ് ചെയ്യുകയും ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് മാർക്കുകൾ കുറയാനും കാരണമാകാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഇൻഫോം ചെയ്യാനുള്ളത്, KCET എൻട്രൻസ് എക്സാംസിനായിട്ട് ഒരു പക്ഷേങ്കിൽ നിങ്ങൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന കുട്ടികളുണ്ടാകാം. മംഗലാപുരം, മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയുള്ള സെൻറ്ററുകളിൽ എത്തുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് അവിടെയുള്ള നിയർ ബൈ ആയിട്ടുള്ള മികച്ച കോളേജുകൾ വിസിറ്റ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫീസ് അളവിൽ തന്നെ അഡ്മിഷൻസ് ഈ പറയുന്ന എല്ലാ കോളേജുകളിലും പോസിബിൾ ആണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് കോളേജ് വിസിറ്റിന് വേണ്ടി താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മാസം 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഞാനും ബാംഗ്ലൂരിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്കുള്ള ഗൈഡൻസ് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.